ഹായ് മുത്തുമണീസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? മഴയൊക്കെ തീർന്നോ? ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കണോ നിങ്ങൾക്ക്? അതുകൊണ്ട് ഞാൻ പറയുന്നത് എത്രമാത്രം കേൾക്കാൻ പറ്റുന്നൊന്നും എനിക്കറിയില്ല. എന്നാലും എനിക്ക് ഇവിടെ വന്നിരുന്നിടത്തെങ്കിലേ ഒരു സമാധാനമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരുന്ന് തന്നെ വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ. അപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു നടന്ന കഥയാണ്, ഒരു റിയൽ സ്റ്റോറിയാണ്. അത് നിങ്ങൾ കേട്ട് നോക്കിയിട്ട് പറയുക. വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു കഥയാണത്. നടന്ന കഥയാവുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ അത് വ്യക്തമായിട്ട് മനസ്സിലാവും. എൻ്റെ ജീവിതത്തിലും എനിക്ക് ഇങ്ങനെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും മറ്റൊരാളുടെ കാര്യം നിങ്ങളോട് പറയുമ്പോൾ എൻ്റെ കാര്യം ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും. പക്ഷേ മറ്റൊരാളുടെ കാര്യം ഞാൻ പറയുമ്പോൾ അവർക്കും അത് മനസ്സിലാവും. അവരെ അറിയാവുന്നവർക്ക് അതറിയാൻ പറ്റും. ഇതൊന്നും അറിയില്ലാത്ത നിങ്ങൾക്കും അതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ളതാണ് ഒരു പൂർണ്ണ വിശ്വാസത്തിൽ ഞാൻ പറയുന്നതാണ് കേട്ടോ. അതായത് ചിലർ എന്തെങ്കിലും നമുക്ക് ചില നഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും എൻ്റെ ജീവിതം ഇവിടെ അങ്ങോട്ട് തീർന്നു, ഇനി എനിക്ക് ലൈഫില്ല, അല്ലെങ്കിൽ ഇനി എൻ്റെ പഠിത്തം നിന്നു പോയി, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ പല 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 കാര്യങ്ങളും നമ്മളങ്ങനെ ചിന്തിച്ചു കൂട്ടും. അതായത് ഇവിടെ കൊണ്ട് തീർന്നു, ഇനി അങ്ങോട്ടേക്കില്ല, പിന്നെ എന്തിനും ഞാൻ ഇനിയും പ്രയത്നിക്കണം, അങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന പല സമയങ്ങളും നമുക്കുണ്ടായിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഒരു സമയത്ത് ചിലപ്പം ചിലരുടെ നിസ്സാരം ഒരു വാക്കായിരിക്കും നമ്മളെ പിടിച്ചു നിർത്തുന്നത്. അത് നമ്മൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഈ ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കാന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു രീതിയിൽ നമുക്ക് ഉയർത്തെഴുന്നേൽക്കാനായിട്ട് പറ്റുന്ന പല സാഹചര്യങ്ങളും നമ്മളുടെ മുന്നിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. അപ്പം അതൊക്കെ നമ്മളൊരു പാഠമായിട്ട് എടുത്ത് ഉൾക്കൊണ്ട് ധൈര്യസമേതം മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഇന്ന് ഞാൻ പറയുന്ന ആൾ എൻ്റെ ഹൃദയത്തോട് ഞാൻ ചേർത്ത് നിർത്തിയിരിക്കുന്ന എൻ്റെ ഒരു സഹോദര തുല്യ എന്നല്ല, സഹോദരി തന്നെയാണ്. അധികമായിട്ടൊന്നും ഇല്ല കേട്ടോ, ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് ഈ ദിവസങ്ങളിൽ വെച്ചുള്ള ഈ മാസങ്ങളിൽ നമ്മുടെ യൂട്യൂബ് വഴി വന്ന എൻ്റെ ഏറ്റവും ഞാൻ ഇപ്പം എന്താ പറയുക, എന്നോട് ഇങ്ങനെ ചേർത്ത് നിർത്തിയിരിക്കുന്ന ഒരു സഹോദരി, അവരുടെ ജീവിതത്തിൽ നടന്ന ഒരു കഥയാണ്. അത് നിങ്ങൾക്കും അതിൽ നിന്ന് ഒരുപാട് ഗുണപാഠങ്ങൾ കിട്ടും എന്നെനിക്ക് അറിയാവുന്നത് കൊണ്ട്, ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളോടും കൂടെ പറയാം കേട്ടോ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു 20-21 വയസ്സെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇങ്ങനെ പാറി പറന്ന് നടക്കുന്ന ഒരു പ്രായമാണല്ലേ. ഭയങ്കര സ്വപ്നങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ എന്താ പറയുക, ഫ്രണ്ട്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പാറി പറന്ന് നടക്കുന്ന ഒരു പ്രായമാണത്. ആ ഒരു പ്രായത്തിൽ സർവ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ചിറകറ്റ് വീണതുപോലത്തെ ഒരു അവസ്ഥയിലേക്ക് തള്ളിവിടപ്പെട്ടെന്നല്ല, വീണ് പോയ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സ്ഥലം എറണാകുളമാണ്. എറണാകുളത്ത് സെൻറ് തെരേസസിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി. പാറി പറന്ന് നടക്കുന്ന ജീവിതമായിരിക്കുമല്ലോ അവിടെയൊക്കെ. നിങ്ങൾക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അത്രയും എൻജോയ് ചെയ്ത്, അത്രയും എന്താ പറയുക, പാറി പറന്ന് നടക്കുന്ന ഒരു ലൈഫായിരിക്കും അവിടെ. അങ്ങനെ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇയാൾക്ക് ഒരു സർജറി വേണ്ടി വന്നു. നോർമൽ സർജറിയാണെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു, യാതൊരു പ്രശ്നവും ഇല്ല. അപ്പം വേറെ ആകുലതകളും ചിന്തകളും കാര്യങ്ങളും ഒന്നുമില്ല, സാധാരണ ഒരു സർജറി ആയിരുന്നു. അപ്പം ആ സമയത്ത് ഈ കുറച്ച് ദിവസങ്ങൾ ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ വരുമല്ലോ നമുക്ക്, സ്കൂളിൽ പോകാൻ കോളേജിൽ പോകാനായിട്ടും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് എന്താ പറയുക, മുന്നോട്ടേക്ക് തനിക്ക് കിട്ടേണ്ട നോട്ട്സ് വരെ ഓരോരുത്തരെ ഏൽപ്പിച്ച് എഴുതിയെടുക്കാനായിട്ട് ബുക്കും പേപ്പറും കാര്യങ്ങളും എല്ലാം കൊടുത്തേൽപ്പിച്ച് അങ്ങനെ പഠിക്കാനായിട്ടുള്ള അത്രയധികം ആഗ്രഹവും മനസ്സിൽ വെച്ചുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് ഒന്ന് മാറി നിന്നൊരു പെൺകുട്ടി ആ ഒരു സർജറി കഴിയുമ്പോഴത്തേക്കും തീർത്തും അനങ്ങാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്ക് ആയി പോകുന്ന ഒരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഡെയിലി 4 കിലോമീറ്ററോളം സഞ്ചരിച്ച് കോളേജിൽ നടന്ന് പോയിക്കൊണ്ടിരുന്ന, കൂട്ടുകാരികളൊക്കെ ആയിട്ട് കലവിലേക്ക് പറഞ്ഞ് നടന്ന് പോയിക്കൊണ്ടിരുന്ന ഒരു പെൺകുട്ടിക്ക് ഈ ഒരു സർജറിക്ക് വേണ്ടിയിട്ട് ആ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുന്നിൽ വരെ നടന്നു പോയ ആ പെൺകുട്ടിക്ക് തിരിച്ച് അത് കഴിഞ്ഞ് ഇറങ്ങാൻ ബോധം തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ 2 കാലും നിലത്ത് നൂന്നി എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത സ്റ്റേജിലേക്ക് ആയിപ്പോയപ്പോൾ ആ കുട്ടിയുടെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എൻ്റെ ജീവിതം അവിടെ തീർന്നു, ഇനി എനിക്കൊരു ലൈഫില്ല, ഇനി എനിക്കൊരു കരിയർ ഇല്ല, അല്ലെങ്കിൽ മുന്നോട്ടൊരു ജീവിതമേ എൻ്റെ മുന്നിലില്ല, എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ പ്രതീക്ഷകൾ എല്ലാം ഇവിടെ തീർന്നു എന്ന ഒരു സ്റ്റേജിലേക്ക് ആയിപ്പോയി ഈ പെൺകുട്ടി. സ്വാഭാവികമാണ്, ആരായാലും ആ ഒരു അവസ്ഥയിലേക്ക് വീണു പോകും. പെട്ടെന്ന് നമുക്ക് അപ്രതീക്ഷിതമായിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ.
ഇപ്പോൾ ഇത് സർജറി കഴിഞ്ഞ് നോർമൽ സ്റ്റേജിലേക്ക് നമുക്ക് എഴുന്നേറ്റ് മുന്നോട്ട് പോകാമെന്നുള്ളൊരു പ്രതീക്ഷയിൽ വരുന്ന ഒരാൾ പെട്ടെന്നായിട്ട് സൈഡ് എഫക്റ്റ് പോലെ ഇത് വന്നു കഴിയുമ്പോൾ, കാര്യം ഡോക്ടേഴ്സൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഇതിന് പറ്റും, എഴുന്നേറ്റ് നടക്കാൻ പറ്റും, നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാൽ മാത്രം മതി, ട്രൈ ചെയ്താൽ മതി, നടക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞെങ്കിലും സ്പർശനശേഷി പോലും നഷ്ടപ്പെട്ട ഒരു സ്ഥലമായി പോയി ഈ പറയുന്ന കാലുകൾ. പിന്നെ എങ്ങനെ മുന്നോട്ട് നടക്കും? അപ്പോൾ വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും കുറേ പേര് ഇങ്ങനെ സഹതാപ തരംഗങ്ങളുമായിട്ടൊക്കെ വന്നു. കുറേ പേര് അവൾ വിചാരിച്ചായിരുന്നെങ്കിൽ നടക്കാവുന്നതേ ഉള്ളൂ, നടക്കാൻ ശ്രമിക്കുന്നില്ല, അങ്ങനെ കുറേ കുറ്റപ്പെടുത്തലുകളുമായിട്ട് വന്നു. ഇനി എങ്ങനെ മുന്നോട്ട് ജീവിക്കും എന്നും പറഞ്ഞുകൊണ്ട് കുറേ പേര് വന്നു. ഇങ്ങനെ ചുറ്റോട് ചുറ്റും നെഗറ്റീവ് ഇത് ആയിട്ട് പറഞ്ഞ് നമ്മുടെ മൈൻഡിലേക്ക് കുറച്ച് ധൈര്യം ഉണ്ടായിരുന്നത് കൂടെ പാടെ നഷ്ടപ്പെട്ട ഒരവസ്ഥയിലേക്ക് പോയി. 1-2 ആഴ്ച കഴിഞ്ഞ് പോയി. വീട്ടിൽ നല്ല സ്നേഹവും സന്തോഷവും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് ജീവിതം നയിച്ചുകൊണ്ടിരുന്നൊരു കുടുംബമായിരുന്നു. പെട്ടെന്ന് എല്ലാം നിശ്ചലമായ പോലെ, അങ്ങോട്ടും ഇങ്ങോട്ടും ആരും മിണ്ടുന്നില്ല. മിണ്ടിയാൽ തന്നെ വഴക്കും ബഹളങ്ങളും. ഈ കുട്ടിയുടെ അവസ്ഥ ഇതായതുകൊണ്ട് മാത്രം അവർക്ക് മാനസികമായിട്ട് ആകെ പറ്റാത്തൊരു സ്റ്റേജിലേക്കായി. 3 സഹോദരന്മാരുണ്ട്. അപ്പം അവരും ആകെ ഡൗൺ ആയിപ്പോയി. എല്ലാവരും കംപ്ലീറ്റ്ലി അങ്ങോട്ട് ഇതായി. ഒരു മരണ വീടിൻ്റെ ഒരു അവസ്ഥ പോലെ ആയിപ്പോയി പെട്ടെന്ന് ആ ഒരു വീട്. കാണാൻ വരുന്നവർക്കൊരു കുഴപ്പമുണ്ട് കേട്ടോ, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് അവർ ഒരിക്കലും നോക്കില്ല. അയ്യോ ഇനി എന്ത് ചെയ്യും, ഇനി എങ്ങനെ, അയ്യോ ആ കൊച്ച്, എൻ്റെ ദൈവമേ, കാരണവന്മാരുടെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊച്ചിന് എന്ത് ചെയ്യും, ആങ്ങളമാരൊക്കെ ഇനി ഇവരെ നോക്കുമോ, അങ്ങനെ ഈ വീട്ടിൽ ഉള്ളവരെക്കാളും കൂടുതൽ ആകാംക്ഷയും വിഷമവും സങ്കടവും ഒക്കെയാണ് ഈ വരുന്നവരങ്ങോട്ട് പ്രകടിപ്പിക്കുന്നത്. ഇതങ്ങ് കഴിഞ്ഞു പോയിട്ട് അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇവർ വേറെ വല്ലതായിരിക്കും പറയുന്നത്. അതൊന്നും നമ്മൾ കേൾക്കുന്നില്ലല്ലോ, നമ്മുടെ മുന്നിൽ അങ്ങോട്ട് അഭിനയിച്ചങ്ങോട്ട് തകർക്കും അങ്ങോട്ട്. അപ്പോഴത്തേക്കും ഇവർ ആകെ അങ്ങോട്ട് ഡൗൺ ആയിപ്പോയി. ഇവരുടെ വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി, അന്നത്തെ കാലത്ത്, ഇപ്പോഴൊന്നും അല്ല കേട്ടോ, ഇപ്പം ആ ചേച്ചിക്ക് തന്നെ ഒരു 50-52 വയസ്സ് പ്രായമുണ്ട്. അപ്പം അത്രയും നാൾ 21 വയസ്സിലെന്ന് ആലോചിക്കുമ്പോൾ എത്ര വർഷം ബാക്കിലേക്കാണെന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഇവരുടെ വീടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജംഗ്ഷനിലാണ് വീട്. ഓപ്പോസിറ്റ് ഒരു സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്ര നല്ല എൻഗേജഡ് ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലത്തുള്ളൊരു വീടാണ്. ഡെയിലി 4 മണിക്കൊക്കെ എഴുന്നേറ്റ് എക്സസൈസും കാര്യങ്ങളും ഒക്കെ അച്ഛനും മക്കളും എല്ലാവരും ചെയ്തുകൊണ്ടിരുന്ന ഒരു കുടുംബം. ഇത് സർജറി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആളനക്കമില്ലാത്തൊരു വീട് പോലെ ആയിപ്പോയി. ഒരു ദിവസം ചേച്ചിയുടെ പപ്പ വന്നിട്ട് പറഞ്ഞു, നീ എന്താ രാവിലെ എഴുന്നേക്കാത്ത? ഇപ്പോൾ പുള്ളിക്കാരിക്ക് ചിരിയാണ് വന്നത്. ചിരിയും സങ്കടവും എല്ലാം കൂടി കലർന്ന ഒരു ഇതിലേക്ക് വന്നു. കാലുകൾ തളർന്ന് എഴുന്നേക്കാൻ പറ്റാത്ത ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യാനാണ് എന്നുള്ള ഒരു ചിന്താഗതിയായിപ്പോയി പുള്ളിക്കാരിക്ക്. ഒന്നും ചെയ്യാനില്ല, സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, എൻ്റെ പഠിത്തം നിലച്ചു, സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, ഇവിടെ നിന്നൊന്നും അനങ്ങാൻ പറ്റുന്നില്ല, സഹായം കൂടാതെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല. ആ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യാനാണ്? ഇതായിരുന്നു പുള്ളിക്കാരിയുടെ ചോദ്യം. അപ്പം അച്ഛൻ പറഞ്ഞു, രാവിലെ എല്ലാ ദിവസവും നേരത്തെ എഴുന്നേക്കണം, എന്നിട്ട് നിനക്ക് നിൻ്റേതായ കാര്യങ്ങളുണ്ട്, അത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞെങ്കിലും പുള്ളിക്കാരി ഇന്നൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാരണന്മാരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറ്റില്ല എന്ന് ഓപ്പണായിട്ട് പറയും. പക്ഷേ അന്നത്തെ കാലത്തൊന്നും അങ്ങനെയൊന്നും പറയുകയില്ല. അനുസരണ, പറയുന്ന കാര്യങ്ങൾ അപ്പാടെ അനുസരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്നൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ പുള്ളിക്കാരി ഒന്നും പറഞ്ഞില്ല. അച്ഛനിങ്ങനെ പറഞ്ഞിട്ട് പപ്പായും കൂടെ പോയി ഇതെല്ലാം കേട്ട് ഒരു നിസ്സംഗ മനസ്സോടുകൂടി ഇരിക്കുക എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു സ്റ്റേജിൽ ഇരുന്നു. ഒരാഴ്ച അങ്ങനെ തന്നെ പോയി മുന്നോട്ട് പോയി. പുള്ളിക്കാരി എഴുന്നേറ്റൊന്നുമില്ല. ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീണ്ടും പപ്പ വന്നിട്ട് പറഞ്ഞു, നീ എന്തുകൊണ്ട് എഴുന്നേൽക്കുന്നില്ല? പുറത്ത് ഇവരുടെ മുറ്റം നിറയെ ചെടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം രാവിലെ എഴുന്നേറ്റ് ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചുകൂടെ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം പുള്ളിക്കാരി ചോദിച്ചു, എൻ്റെ ഈ കാല് വെച്ചിട്ടോ ഞാൻ എങ്ങനെ എഴുന്നേറ്റ് പോകും? അപ്പം ഈ വടി കുത്തിപ്പിടിച്ച് വേണമെങ്കിൽ മുന്നോട്ട് 2 സ്റ്റെപ്പ് 3 സ്റ്റെപ്പൊക്കെ വെച്ച് പതിയെ നടക്കാം, അല്ലെങ്കിൽ കുത്തിപ്പിടിച്ച് നിൽക്കാം. അപ്പം അങ്ങനെ നനയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരിക്ക് എന്ന് വെച്ചാൽ ഫ്രണ്ടിൽ സ്കൂളാണ്. അപ്പം അതിൻ്റെ നമുക്ക് ആ ഒരു ഏജിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏജിലുള്ള കുട്ടികൾ നമ്മളെ കാണുമ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ കാണുമല്ലോ, അങ്ങനെയുള്ള ഫ്രസ്ട്രേഷനും കാര്യങ്ങളും ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ പെട്ടെന്ന് വരാൻ എളുപ്പമാണ്. കാരണം അവരെ ഫേസ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ 21 വയസ്സേ ഉള്ളെന്ന് വിചാരിക്കുക ഈ കുട്ടിക്ക്. അപ്പോൾ അതുകൊണ്ട് പുറത്തേക്കൊന്നും ഇറങ്ങാതെ എപ്പോഴും വാതിലടച്ചിട്ട് മുറിക്കുള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നൊരു സമയമായിരുന്നു. അത്രയും നല്ലൊരു പാരൻ്റായിരുന്നു ഈ ചേച്ചിയുടെ പപ്പ. ഞാൻ ആ മനുഷ്യരിലേക്കാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കാരണം
നമുക്ക് കിട്ടുന്ന ഈ നെഗറ്റീവായിട്ട് നമ്മളിങ്ങനെ ചുറ്റുമുള്ളവരും നമുക്ക് ചുറ്റുമുള്ളവരും നമ്മുടെ റിലേറ്റീവ്സും ബാക്കിയുള്ളവരൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. സഹതാപതങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നെഗറ്റിവിറ്റിയാണത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു വ്യക്തി മാത്രമാണ് ഈ പുള്ളിക്കാരുടെ അടുത്ത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. നിനക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല, നിനക്കതിന് കഴിയും, നിനക്കത് എന്തുകൊണ്ട് ചെയ്തുകൂടാ, നീ എഴുന്നേറ്റേ പറ്റുള്ളൂ, രാവിലെ എഴുന്നേറ്റേ പറ്റുള്ളൂ, പോയി ചെടി നനച്ചേ പറ്റുള്ളൂ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ കർക്കശമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം സഹി കേട്ട് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാർ പറഞ്ഞു, ഞാൻ ഈ കാല് വെച്ചിട്ട് എന്താ ചെയ്യുക? അപ്പം ചോദിച്ചു, നിനക്ക് 2 കാലുകൾ മാത്രമാണ്, നിൻ്റെ കാലുകൾക്കല്ലേ പ്രശ്നമുള്ളൂ, നിൻ്റെ കൈക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിൻ്റെ നാവിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗവും പോയി എന്ന് കരുതിക്കൊണ്ട് ജീവിതം മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്നില്ല എന്നുള്ള ആ ഒരു ഒറ്റ വാക്ക് പുള്ളിക്കാരി ചിന്തിച്ചു. പപ്പ പറഞ്ഞു, എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുക, എനിക്കതിന് പറ്റും, ഐ ക്യാൻ ഡു എന്ന് ഒരു 10-30 പ്രാവശ്യം ഡെയിലി മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. നീ എഴുന്നേൽക്കും, നിനക്ക് രക്ഷപ്പെടാൻ പറ്റും എന്ന് പറഞ്ഞു. പുള്ളിക്കാരിക്ക് ഇത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ പ്രായത്തിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പെട്ടെന്ന് ദഹിക്കുകയല്ലോ. കേട്ട് കഴിഞ്ഞപ്പം എന്താ പറയുക, ഒരു വെറുതെ ഒരു കാര്യം പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി എന്നുള്ളൊരു ചിന്തയായിപ്പോയി. കുറച്ച് നാളത്തേക്കൊന്നും പുള്ളിക്കാരി അനങ്ങിയില്ല. പതിയെ കണ്ണാടിയിൽ നോക്കിയിട്ട് മനസ്സിൽ ഇതിങ്ങനെ പറഞ്ഞു തുടങ്ങി. ആദ്യം 5 പ്രാവശ്യം, പിന്നെ 10 പ്രാവശ്യം, പിന്നെ ഇതിങ്ങനെ എണ്ണം കൂട്ടി അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഓട്ടോമാറ്റിക്കലി അവരുടെ മൈൻഡ് കുറേ സ്ട്രോങ് ആയി. കുറച്ച് ദിവസം കുറച്ച് ദിവസം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ വായ കൊണ്ട് നമ്മളോട് തന്നെ, നമ്മുടെ മനസ്സിലേക്ക് തന്നെ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവതില്ലെങ്കിലും നമ്മുടെ മൈൻഡ് ഭയങ്കര അങ്ങോട്ട് സ്ട്രോങ് ആവും എന്നുള്ളതാണ്. ഇവർ പതിയെ റിക്കവർ ചെയ്ത് കയറി വന്നുകൊണ്ടിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ശാരീരികമായിട്ടല്ല, മാനസികമായിട്ട് ഭയങ്കരമായിട്ട് സ്ട്രെങ്ത് ആർജിച്ച് വന്നുകൊണ്ടിരുന്നു. അതിനുശേഷം അവർ എഴുന്നേറ്റ് ഈ എന്താ പറയുക, വടിയും കുത്തിപ്പിടിച്ച് ബാക്കി കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരുന്നു. അവരുടെ ആ കാലുകൾക്ക് എന്താ പറയുക, മനോഹരമായിട്ട് നല്ല അടിച്ചു പൊളിച്ച് നല്ല ചെരുപ്പൊക്കെ ഇട്ട് പറന്ന് നടന്നുകൊണ്ടിരുന്ന ആ കാലുകൾ കമ്പി ആണ്. അതിൻ്റെ സഹായത്തിൽ നടക്കേണ്ട ഒരു എന്താ പറയുക, ഒരു സ്റ്റേജിലേക്ക് എത്തിയെങ്കിൽ പോലും ഇവരുടെ മനസ്സാന്നിധ്യം വീണ്ടെടുത്തു. ആ അച്ഛൻ്റെ പോസിറ്റീവായിട്ടുള്ള മോൾക്ക് കൊടുത്ത ആ വാക്കുകൾ അത് മനസ്സിൽ തറച്ച് കയറി എന്നുള്ളതാണ്. അത് നമ്മൾ എന്ത് കാര്യവും നമ്മൾ എങ്ങനെ പോസിറ്റീവായിട്ട് എടുക്കുന്നു എന്നുള്ളതിനെ അനുസരിച്ചിരിക്കും. പലരും നമ്മുടെ ചുറ്റും നടന്നിട്ട് നെഗറ്റീവ് പറയാനായിട്ട് ഒരുപാട് ആളുകളുണ്ടാവും. നമ്മളതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കരുത്. നെഗറ്റീവായിട്ട് വരുന്നവരെ അങ്ങ് ദൂരേക്ക് മാറ്റി നിർത്തിക്കുക, അല്ലെങ്കിൽ നമ്മൾ അവരുടെ ഇടയിലേക്ക് പോവാതിരിക്കുക. നമുക്ക് ചുറ്റും പോസിറ്റീവായിട്ട് പറയുന്നവരുടെ ഇടയിലൂടെ നമ്മളൊന്ന് നടന്നു നോക്കിക്കുക. എന്നിട്ട് ഈ പറഞ്ഞതുപോലെ എനിക്കതിന് സാധിക്കും, എനിക്കെന്തുകൊണ്ട് പറ്റുന്നില്ല, എനിക്കതിന് സാധിക്കും, ഞാനത് ശരിയാക്കി എടുക്കും, ഞാനത് നേടിയെടുക്കും എന്ന് എന്നോട് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് നമ്മുടെ മൈൻഡ് പെട്ടെന്ന് റിക്കവർ ചെയ്ത് കയറി വരുന്നത് നമുക്ക് ഫീൽ ചെയ്യും. ഈ പറയുന്ന എനിക്ക് അതുപോലുള്ള അനുഭവം ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ കൂടുതൽ നിങ്ങളോട് ഇതിങ്ങനെ പറയാമെന്ന് വിചാരിച്ചത്. ആ കഥ വേറൊരു ദിവസം. ഇപ്പം നമുക്കിങ്ങനെ കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം നിങ്ങൾ പറഞ്ഞു പോകാം അല്ലേ. അത് കഴിയുമ്പോൾ ഞാൻ എൻ്റെ കാര്യം നിങ്ങളോട് പറയാം. ഇത് ചിലപ്പോൾ അവർ നമ്മളോട് ചിലപ്പോൾ വെറുതെ പറയുന്നൊരു വാക്കായിരിക്കും, പക്ഷേ എന്നുണ്ടെങ്കിൽ നമുക്കതൊരു സ്പാർക്കായിരിക്കും നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്നത്. അത്തേൽ പിടിച്ച് മുന്നോട്ട് പോയി ആ ചേച്ചി ഇപ്പോൾ ഒരു ഗവൺമെൻറ് ജോലിക്കാരിയാണെന്നുള്ളത് ഓർക്കുക. അവിടം വരെ എത്തി. ഇന്നും ഒറ്റയ്ക്ക്, ഇപ്പോൾ അവർ മാരീഡാണ്, കുട്ടികളുണ്ട്, ഫാമിലി ലൈഫിന് യാതൊരു പ്രശ്നങ്ങളുമില്ല, ഒഫീഷ്യലി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, ഒറ്റയ്ക്ക് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മനസ്സാണ് ഏറ്റവും വലുത്. അത് സ്ട്രോങ് ആക്കുക. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു കാല്, അല്ലെങ്കിൽ ആ ഒരു നമുക്ക് എന്ത് തന്നെ ആവട്ടെ, നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ഒരു കാരണവശാലും പിന്നീട് അത് തിരിച്ചു കിട്ടില്ല. ആ നഷ്ടങ്ങളിലേക്ക് നമ്മൾ മൂക്ക് കുത്തി കിടന്നിട്ട് അതും പറഞ്ഞ് വിലപിച്ചുകൊണ്ടിരുന്നെന്ന് കരുതിക്കൊണ്ട് നമുക്കൊരു കാരണവശാലും ഒരു ഉയർത്തി എഴുന്നേൽപ്പ് ഉണ്ടാവത്തില്ല. അപ്പം അതുകൊണ്ട് അതൊക്കെ അങ്ങോട്ട് മാറ്റിവെക്കുക. ഞാൻ നേടും, ഐ ക്യാൻ ഡു, ഇതിങ്ങനെ നമ്മൾ മൈൻഡിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. രക്ഷപ്പെടുവന്നേ. അങ്ങനെ താഴേക്കൊന്നും ആരും പോയി കിടക്കത്തില്ല. ഉയർത്തെഴുന്നേൽക്കാൻ പറ്റാത്ത സ്റ്റേജിലേക്കൊന്നും ആരും പോലും. നമ്മൾ തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് കയറ്റിക്കൊണ്ടുവരിക. നെഗറ്റീവ് ചിന്തിക്കുന്നവരെ അങ്ങോട്ട് മാറ്റി നിർത്തുക. അവരുടെ അടുത്തേക്ക് പോവാതെയും അവർ നമ്മളോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് നമ്മുടെ ചെവിയിൽ കേൾക്കാതെയും ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ കുറേ പോസിറ്റീവായിട്ട് മുന്നോട്ട് കയറി വരും. അപ്പം ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നും ആ ചേച്ചി എന്നോട് പറയുകയാണ്, ഇന്നും ഞാൻ എന്നും രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ കണ്ണാടിയിൽ നോക്കി എന്നോട് തന്നെ ഇതൊരു 10-20 പ്രാവശ്യം അങ്ങോട്ട് പറയുമെന്ന്.
കാരണം അന്ന് അവരാ പറഞ്ഞതിൽ അവർക്ക് വന്ന ഉയർത്തെഴുന്നേൽപ്പ് എന്താണെന്നുള്ളത് നന്നായിട്ട് അറിയാവുന്നൊരു വ്യക്തിയാണ്. അത് ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അവരുടെ കാലുകൾ ഇതുവരെ ശരിയായിട്ടില്ല, പക്ഷെ മൈൻഡ് അത്രയ്ക്ക് സ്ട്രോങ് ആയി. അതുപോലെ തന്നെ ദൈവചിന്തയും, നല്ലൊരു വിശ്വാസിയാണ്. എൻ്റെ ദൈവം എന്നെ വഴി നടത്തും എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ഒരു സഹോദരിയാണ്. എനിക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷനായിപ്പോയി അവരുടെ കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ. ചില സമയത്ത് എനിക്ക് ആശ്വാസമാണ് അവരുടെ വാക്കുകൾ. മനുഷ്യനല്ലേ, ഏതെങ്കിലുമൊക്കെ സമയത്ത് നമ്മളിങ്ങനെ തിരിഞ്ഞു പോവാം, മൈൻഡ് ചേഞ്ച് ആയിട്ട് വരാം. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മളും കുറേയൊക്കെ ഒന്ന് ഓക്കെ ആയി കിട്ടും. അപ്പം അതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങളെ ഓർത്ത് ആരും ഇരിക്കരുത്. എനിക്കെല്ലാം നഷ്ടപ്പെട്ടു, എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു, എൻ്റെ ഭർത്താവ് അങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അതങ്ങനെ പോയി, കുഞ്ഞുങ്ങളിങ്ങനെ പോയി, അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കുകയേ വേണ്ട. എനിക്കതിന് സാധിക്കും, എനിക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കും, എനിക്ക് ഇനിയും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്ന് ഞാൻ എന്നോട് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ മൈൻഡ് സ്ട്രോങ് ആയിട്ടിരിക്കും. അപ്പോൾ അതാരും മറന്നു പോകാതിരിക്കുക. അപ്പോൾ നെഗറ്റിവിറ്റിയൊക്കെ മാറ്റി വെച്ചിട്ട് നല്ലത് മാത്രം ചിന്തിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. ഹാപ്പി ഡേ മൈ ഡിയേഴ്സ്.